നമ്മൾ ഇന്ത്യയുടെ വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഒന്ന് പരിശോധിക്കൂ. ഇറാൻ ഇന്ത്യയുടെ പരമ്പരാഗത പങ്കാളിയാണ്. ഇറാനിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. എണ്ണ വാങ്ങണ്ട എന്ന് അമേരിക്ക പറഞ്ഞു, ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തി. ചബഹാർ പോർട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്, വേണ്ട എന്ന് അമേരിക്ക പറഞ്ഞു, പണം നീക്കി വെച്ചിട്ടില്ല. ചബഹാർ പോർട്ടിൻ്റെ നിർമ്മാണം ഇന്ത്യ നിർത്തി. വെനസ്വേല മുമ്പ് ഇന്ത്യക്ക് എണ്ണ നൽകിക്കൊണ്ടിരുന്ന രാജ്യമാണ്, വേണ്ട എന്ന് അമേരിക്ക പറഞ്ഞു, വാങ്ങുന്നില്ല. ഇപ്പോൾ അമേരിക്ക പറയുന്നു റഷ്യയിൽ നിന്ന് നിങ്ങൾ എണ്ണ വാങ്ങേണ്ട, അമേരിക്ക തീരുമാനിക്കുന്നു, ഇന്ത്യ വാങ്ങുന്നില്ലെന്ന് തീരുമാനിക്കുന്നു. ഇനി ഇപ്പോൾ വെനസ്വേലയുടെ ഭരണാധികാരത്തിൽ അമേരിക്കയുടെ സ്വാധീനമുണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് വെനസ്വേലൻ എണ്ണ വാങ്ങാം എന്ന് അമേരിക്ക പറയുന്നു. എന്നാൽ ശരി സാർ വാങ്ങാം എന്ന് പറയുന്നു. ഇന്ത്യ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം അമേരിക്കയുടെ സാമന്ത രാജ്യമായി മാറിയോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും ഉത്തരം? ഏതാണ്ട് അതേ ഒരു നറേറ്റീവാണ് പ്രതിപക്ഷ നേതാവ് ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ ഇൻ ലോക്സഭ രാഹുൽ ഗാന്ധി നടത്തുന്നത്. അതായത് ഇന്ത്യയെ അമേരിക്കയ്ക്ക് വിറ്റു എന്ന് പച്ചയ്ക്ക് പറയുകയാണ്. അതായത് ഇന്ത്യക്കൊരു നിലയും വിലയും ഉണ്ടായിരുന്നു, ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു ലോക വ്യവസ്ഥയിൽ. കാരണം നിയതമായ ചില ചട്ടങ്ങൾ, വ്യക്തമായ ചില നിലപാടുകൾ, ചേരിചേരാ നയത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും സോവിയറ്റ് ചേരിയോട് സമദൂരം പാലിക്കുമ്പോഴും ചേരിയോട് സമദൂരം പാലിക്കുമ്പോഴും സോവിയറ്റ് യൂണിയനോട് ചേർന്ന് നിന്ന, എക്കാലത്തും അറബി രാജ്യങ്ങളെ ചേർത്ത് പിടിച്ച, പലസ്തീൻ കോസ്റ്റിനോടൊപ്പം നിന്ന, ഇസ്രയേലിലെ സ്വല്പം സൗത്ത് ആഫ്രിക്ക അപ്പാർത്തിയിലുണ്ട സൗത്ത് ആഫ്രിക്കയും ഇസ്രയേലിനെ മാറ്റി നിർത്തിയ ആ ഒരു വിഖ്യാതമായ നിലപാടുണ്ട്. അതിനുശേഷം 1991 ശേഷം ലോകത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം, ജിയോ പൊളിറ്റിക്സ് ആകമാനം മാറി മറിഞ്ഞു. കുറച്ചുകൂടി പ്രായോഗികമായൊരു നിലപാടെടുത്തു. അവസാനം ഒരു പ്രോ അമേരിക്കൻ സ്റ്റാൻഡിലെത്തി നിന്നു. മൻമോഹൻ സിംഗിലൂടെ നരേന്ദ്രമോദിയിലെത്തിയപ്പോൾ അത് ഒരു പ്രോ അമേരിക്കൻ ഷിഫ്റ്റ് വളരെ പ്രകടമായി. ഇപ്പോഴിതാ ഒരു പ്രത്യേക ചരിത്രത്തിൻ്റെ തന്നെ ഒരു ദിശാസന്ധിയിൽ എത്തി നിൽക്കുകയാണ് രാഷ്ട്രം. ഒരു വശത്ത് എക്കാലത്തും ഇന്ത്യയെ ചേർത്ത് പിടിച്ച, ഇന്ത്യയുമായി ഊഷ്മള ബന്ധമുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയനും ഇറാനും വെനിസ്വേലയും എല്ലാം ഒരു വശത്ത്, മറുവശത്ത് പുതുതായി എത്തിച്ചേർന്ന സൗഹൃദം. അവിടെ ഒരു കരാറിലേക്ക് നീങ്ങുമ്പോൾ ഭാരതം ഏറ്റവും വലിയ ഫാദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് പറയുന്നത്. എല്ലാ കരാറുകളുടെയും പിതാവ് എന്ന് പറയുന്ന ഏതാണ്ട് $500 ബില്യൺ വർത്ത് ഓഫ് കാര്യങ്ങൾ അമേരിക്കയിൽ നിന്നും 5 വർഷത്തിനുള്ളിൽ ഇറക്കുമതി ചെയ്യാം എന്ന് എഗ്രി ചെയ്ത ഭാരതം എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? നോക്കൂ, ഇന്ത്യ ഒരു റോസി പിക്ചറാണ്. അല്ലെങ്കിൽ ഭരണകൂടം, കൊമേഴ്സ് മന്ത്രാലയം, പ്രധാനമന്ത്രിയുടെ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, സാമ്പത്തിക മന്ത്രാലയം, ധനകാര്യ മന്ത്രാലയം എല്ലാം ഒരു റോസി പിക്ചർ, ഒരു മാലാഖയുടെ ചിത്രമാണ് ഇൻഡോ അമേരിക്കൻ കരാറിൽ വരച്ചു കാട്ടുന്നത്. പക്ഷെ ഒരു സേയിങ് ഉണ്ട് ഇംഗ്ലീഷിൽ, ദ ഡെവിൾ ഈസ് ഇൻ ദ ഡീറ്റെയിൽസ്. അതായത് ഓരോ സെഗ്മെന്റായി എടുത്തു നോക്കുമ്പോൾ, ഓരോ വിഭാഗം ജനങ്ങളുടെ താല്പര്യം എടുത്തു നോക്കുമ്പോൾ, കച്ചവടക്കാർ, പാൽ കച്ചവടക്കാർ, കേര കർഷകർ, അല്ല സാധാരണ മറ്റ് കർഷകർ എടുത്തു നോക്കുമ്പോൾ അവിടെയാണ് അപകടം. ഈ അപകടം കൃത്യമായി പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമനുസരിച്ച് ഭരണപക്ഷത്തെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായും, ഹർദീപ് സിംഗ് പുരി എന്ന മന്ത്രി, അത് പെട്രോളിയം മന്ത്രിയെ വ്യക്തിപരമായി, അതുപോലെ രാഹുൽ ഗാന്ധിയുടെ ഇഷ്ട വിഷയങ്ങളായിരുന്നു അംബാനിയെയും അദാനിയെയും കടന്നാക്രമിക്കൽ. ഇതിനെല്ലാം ഒറ്റയടിക്ക് അവസരം കിട്ടിയിരിക്കുകയാണ്. ഒരു വെടിക്ക് പല പക്ഷികൾ, 2 അല്ല 3 അല്ല 5-6 പക്ഷികളെ വെട്ടിവെച്ചിടുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ ഇത് കണ്ടു. നോക്കൂ, എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഒരു കീ തീം എന്ന് പറയുന്നത്? ദേശീയതയുടെ മൊത്ത കച്ചവടമാണല്ലോ പൊതുവേ ഈ BJPയുടെ ഒരു ഹോൾമാർക്ക് എന്ന് പറയുന്നത്. സാധാരണ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുക, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, ആന്റി പാകിസ്ഥാൻ, ആന്റി ചൈന റെറ്ററിക്, ദേശീയ സുരക്ഷ തങ്ങളുടെ കയ്യിൽ ഭദ്രം. കോൺഗ്രസ് ഗവൺമെന്റ് എത്രത്തോളം ദേശീയ സുരക്ഷ അട്ടിമറിച്ചു, ഇതൊരു ലാർജർ റെറ്ററിക്കിന്റെ ഭാഗത്ത് നിൽക്കുകയും അതുകൊണ്ട് പൊളിറ്റിക്കൽ ഗെയിൻ എക്കാലത്തും BJPക്ക് പരമ്പരാഗതമായി ഉണ്ടാവുകയും ചെയ്തു. എക്കാലത്തും ദേശത്തെ ഒറ്റിക്കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന ഒരു ആഖ്യാനമാണ് BJP നൽകിയത്. അതിന് മറുപടി എന്ന നിലയിലാണ് ഇതാ അംബാനിക്ക്, അദാനിക്ക് ഉള്ള വൈദേശിക ബന്ധങ്ങൾ, കോർപ്പറേറ്റ് താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങളുടെ കൂടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഇൻഡോ US ഡീൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, എപ്സ്റ്റീൻ ഫയലിൽ ഉൾപ്പെടെ നരേന്ദ്രമോദിയും മന്ത്രിസഭയിലെ ചില അംഗങ്ങളും ഉൾപ്പെടെ പ്രതിരോധത്തിലാകുന്നു എന്ന് വ്യംഗ്യമായി പറയുകയാണ്. അതിന് സ്ഥിരീകരണം ഉണ്ടോ എന്നാണ് ചോദിച്ചത് സ്പീക്കർ. ന്യായമായ ചോദ്യമാണ്. ഇതിന് സ്ഥിരീകരണമുണ്ടോ? പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ചോദിക്കുന്നു, ഇതിന് സ്ഥിരീകരണമുണ്ടോ? അത് രാഹുൽ ഗാന്ധിക്ക് ആകെ പറയാനുള്ളത് എപ്സ്റ്റീൻ ഫയൽസിൽ കാണുന്നത് അതാണ്, ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അമേരിക്കയിൽ പുറത്തുവിട്ട രേഖകളിൽ കാണുന്ന ചില പേരുകളാണ്. അതിനുപരിയായ തെളിവുകൾ കണ്ടെത്താൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞില്ല. പക്ഷേ പാർലമെന്റിനുള്ളിലാണ് വിഷയം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അപകീർത്തി കേസ് അദ്ദേഹം ഭയപ്പെടേണ്ടതില്ല എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ഗവൺമെന്റിനെ പല വിഷയങ്ങളിൽ ഒരുമിച്ച് തന്നെ ഗവൺമെന്റിനെ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്.